ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഈ കേരളത്തിൽ ഇങ്ങനെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് ലവ് ജിഹാദ്. ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലയോ, അതെന്താണ് ലവ് ജിഹാദ്, അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടോ? ആ ലവ് ജിഹാദ് ഉണ്ടെങ്കിൽ പി സി ജോർജ് ലവ് ജിഹാദിനെതിരെ പറയുമ്പോൾ പി സി ജോർജിന്റെ വീട്ടിൽ ലവ് ജിഹാദില്ലേ? അങ്ങനെ പി സി ജോർജ് എല്ലാ ഈ പ്രണയ വിവാഹങ്ങളും അല്ലെങ്കിൽ പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ലവ് ജിഹാദില്ലേ? അപ്പം ഇതിനകത്ത് പി സി ജോർജ് പറയുന്ന ലവ് ജിഹാദ് ഉണ്ടോ, അല്ലെങ്കിൽ സാക്കിർ മുസ്ലിം ലീഗിന്റെ യുവ നേതാവ് പറയുന്ന ലവ് ജിഹാദ് ഉണ്ടോ? ഏതായാലും ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനകത്ത് വ്യക്തത വരുത്തേണ്ടതുണ്ട്. പക്ഷെ ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ആ ടേമിനെ പിടിച്ച്, അല്ലെങ്കിൽ അത്തരത്തിലൊരു പദപ്രയോഗം കോടതിയിൽ ചെന്നപ്പോൾ അങ്ങനെ ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ നിയമ സംഹിതകളൊന്നും എഴുതി വെച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു ടേം ആരും ഉപയോഗിക്കുന്നില്ല, ഇതെവിടെ നിന്ന് വന്നു, ആരോ പർപ്പസ്ഫുള്ളി കൊണ്ടുവന്ന ഒരു ടേമാണ്, അല്ലെങ്കിൽ ഈ എന്ന് പറഞ്ഞ് വാദിക്കുമ്പോൾ ഈ പറയുന്ന ടേമിന് ആസ്പദമായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പെൺകുട്ടികളെ പ്രേമം നടിച്ച് വശത്താക്കി അവരെ കല്യാണം കഴിപ്പിച്ച് മതപഠനം നടത്തി അവരെ ഈ പറയുന്ന പോലെ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ ഭാഗമാക്കി ഈ ഇന്ത്യക്ക് വെളിയിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ ജിഹാദ് നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപമാണല്ലോ ലവ് ജിഹാദിന്റെ പുറകിൽ നിൽക്കുന്നത്. ആ ആക്ഷേപം സാധൂകരിക്കുന്ന പല കാര്യങ്ങളും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിനകത്ത് ആ ആക്ഷേപത്തിനകത്ത് ഇപ്പം ഈ പറയുമ്പോൾ ലവ് ജിഹാദ് എന്ന് പറയുന്ന കാര്യം ഉയർത്തിക്കാണിച്ചത് ആദ്യം പി സി ജോർജ് ആണെന്ന് പറയുന്ന രീതിയിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുമ്പോഴും, അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാർ പറയുമ്പോഴും, യൂത്ത് കോൺഗ്രസ്സുകാരൻ പറയുമ്പോഴും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിനു മുമ്പ് സി പി എമ്മുകാരൻ പറഞ്ഞിട്ടില്ലേ, ജോർജ് എന്ന് പറയുന്ന, അല്ല ജോർജ് എന്ന് പറയുന്ന ഒരു നേതാവ്, അദ്ദേഹത്തിന് ഇത്തരത്തിൽ ലവ് ജിഹാദ് ഉണ്ട്, അത് മറച്ചു പിടിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രണയങ്ങളുണ്ട്, അതിനുശേഷം മതപരിവർത്തനം നടക്കുന്നുണ്ട്, അവരെ വല്ല പ്രത്യേക താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, ആ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്, അത് രഹസ്യമായിട്ട് വീക്ഷിക്കണമെന്ന് പാർട്ടിയുടെ പോലും ഡയറക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ അദ്ദേഹത്തിന്റെ അകത്ത് അത് വെളിയിൽ പറയേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ പാർട്ടി അതിനകത്ത് ഇടപെട്ടു. പിന്നെ ഇപ്പൊ അതിനകത്ത് അദ്ദേഹം പാർട്ടിക്കകത്ത് ഏത് ഘടകത്തിലാണെന്നോ പാർട്ടിക്കകത്തുണ്ടോ എന്നുള്ളതിനെ പറ്റി അറിയത്തില്ല. മാത്രമല്ല നമ്മുടെ നിയമസഭയിൽ മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നില്ല, മുഖ്യമന്ത്രി ലവ് ജിഹാദ് എന്ന പദം ഉപയോഗിച്ചില്ലെങ്കിൽ ഇവിടെ നിന്ന് ഈ പറയുന്ന മറ്റ് മതത്തിൽ നിന്നുള്ള ആൾക്കാരെ ഉൾപ്പെടെ പ്രേമം നടിച്ച് മതം മാറ്റി കല്യാണം കഴിച്ച് ആ പറയുന്ന പെൺകുട്ടികളെ കൂടെ ജീവിക്കുന്നതിന് പകരം ഈ ജിഹാദ് നടത്തുന്നതിന് വേണ്ടി സിറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പോയി പൊട്ടിത്തെറിച്ചവരുടെ കണക്കും അവിടെ ജയിലിലായവരുടെ കണക്കും ഇവിടുന്ന് പോയവരുടെ കണക്കും ഒക്കെ പരിശോധിക്കുമ്പോൾ കേരളത്തില് ഈ പറയുന്ന കൊച്ചു സംസ്ഥാനത്തിന്റെ കണക്കല്ലേ ആദ്യം വന്നത്? അല്ലെങ്കിൽ ആ കൊച്ചു സംസ്ഥാനത്തിന്റെ കണക്ക് മറ്റ് യു പി പോലെയുള്ള വലിയ സംസ്ഥാനത്തെക്കാട്ടി കൂടുതലായിട്ട് കണ്ടില്ലേ? അതിനകത്ത് അതിനകത്ത് അപ്പം ഈ മുഖ്യമന്ത്രി പറഞ്ഞതും ഈ പി സി ജോർജ് പറയുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന ലവ് ജിഹാദിന്റെ അതേ ടൈം തന്നെ മുഖ്യമന്ത്രി ഈ പറയുന്ന പദപ്രയോഗം ഒരുപക്ഷെ നിയമസഭയിൽ ഉപയോഗിച്ചില്ലെങ്കിലും ഈ മാതിരിയുള്ള കല്യാണങ്ങൾ പി സി ഇപ്പൊ ആക്ഷേപിക്കുന്ന ഇരിങ്ങാലക്കുടയിലെ 400 4000, പി സിയുടെ മോൻ പറയുന്നത് 4000ആണ്, 400 കൊള്ളാം 4000 കൊള്ളാം, ഈ രീതിയിൽ വ്യാജമായിട്ട് പെൺകുട്ടികളെ അല്ലെങ്കിൽ പ്രേമം നടിച്ച് വശത്താക്കി ഈ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു സംഘം അവിടെ ഉണ്ടെങ്കിൽ അത് പരിശോധനയ്ക്കല്ലേ വിധേയമാക്കേണ്ടത്, അല്ലാതെ അതില്ല അങ്ങനെയല്ല എന്ന് പറയുന്ന SDPI കൂടെ, അല്ലെങ്കിൽ അവൻ ഈ പറയുന്ന നേരത്തെ ഈ പറയുന്ന കല്ലറയ്ക്കൽ പിതാവ് പറഞ്ഞപ്പോൾ ആ ലവ് ജിഹാദും നർക്കോട്ടിക് ജിഹാദും ഉണ്ട്, അതിനെപ്പറ്റി പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരനായിട്ടുള്ള മുസ്ലിങ്ങൾ എന്തിനാ അതിന്റെ പുറകെ പിടിക്കുന്നത്? മതേതര ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മറ്റു മതപാർട്ടികളെക്കാളും ഏറ്റവും വലിപ്പത്തിൽ മതേതരത്വം സംരക്ഷിക്കാൻ നിൽക്കുന്നെന്ന് പറയുന്ന ഈ പറയുന്ന മുസ്ലിം ലീഗുകാരൻ എന്തിനാ അതിന്റെ പുറകിൽ പിടിക്കുന്നത്? SDPI പരാതിയുടെ താഴെ ഒപ്പിടുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് നേതാക്കന്മാർ നിൽക്കുന്നത് എന്തിനാ? ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരൻ എന്തിനു വേണം? ഈ രീതിയില് ഇത് ഈ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ രീതിയിൽ ഏത് മതത്തിലുള്ള പെൺകുട്ടിയെ ഏത് മതത്തിലുള്ള ആൺകുട്ടിയും കല്യാണം കഴിക്കുന്നതിന്റെ തർക്കമൊന്നുമില്ല. അങ്ങനെ കല്യാണം കഴിച്ച് ഇവിടെ വളരെ കൂടുതൽ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന ഈ മുസ്ലിം ലീഗുകാരൻ പറയുന്ന ഇവിടുത്തെ ജാതിയെ ധ്രുവീകരിക്കാൻ നിൽക്കുന്ന BJP നേതാക്കന്മാരുടെ മക്കളുടെ, പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ മക്കൾ കല്യാണം കഴിച്ചേക്കുന്നത് മുസ്ലിങ്ങളെയാണല്ലോ, അതിനൊന്നും ഒരു ആക്ഷേപവും ഇല്ലല്ലോ. അപ്പൊ ഈ കല്യാണത്തിന്റെ പുറകിൽ ഒരു ജിഹാദ് ഉണ്ടെങ്കിൽ, അതാരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ ഒരു പ്രവർത്തനവുമായിട്ട് ആരെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ പോകുന്നില്ല, അങ്ങനെ പറയാനേ പാടില്ല എന്ന് പറയുന്നതിനകത്ത് രാഷ്ട്രീയം എന്തുവാണ്? അപ്പോൾ ഈ പറയുന്ന അതിനുവേണ്ടി നിൽക്കുന്ന ആൾക്കാരെ മറച്ചു പിടിക്കേണ്ടതും ഒതുക്കി പിടിക്കേണ്ടതിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി സഹായം പുറകിൽ നിന്ന് ചെയ്തു കൊടുക്കുന്നതിനും വേണ്ടി ആരെങ്കിലും ഒക്കെ നിൽക്കുന്നുണ്ടോ എന്ന് ആരെങ്കിലും ഒക്കെ സംശയിച്ചാൽ നമുക്ക് തെറ്റ് പറയാൻ പോകും.
ഈ പറയുന്നത് പോലെ നമ്മുടെ മുഖ്യമന്ത്രി ഇവിടുന്ന് വെളിയിൽ പോയി അല്ലെങ്കിൽ ഇത്തരത്തിൽ ജിഹാദിന് പോയി, അല്ലെങ്കിൽ ഈ പറയുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ കൂടെ പോയ ആൾക്കാരുടെ ലിസ്റ്റ് പറഞ്ഞ അതേപോലെയുള്ള ഒരു സിനിമയല്ലേ ഇവിടെ ഈ പറയുന്ന കേരള സ്റ്റോറി എന്ന് പറഞ്ഞു വന്നത്. ഈ കേരള സ്റ്റോറി വന്നപ്പോൾ ഇവിടുത്തെ മുസ്ലിം ലീഗുകാരൻ എന്തിനാ വെളിയിൽ നോക്കിയത്? അല്ലെങ്കിൽ ഇത്തരത്തിൽ ചില SDPI കാരനും PFI കാരന്റെ കൂടെ കൂടി എന്തിനാ? കേരള സ്റ്റോറിക്കകത്ത് പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ, അത്തരത്തിൽ അത് 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 അതിനകത്ത് അവർക്ക് അതിന് പിന്തുണയല്ലേ കൊടുക്കുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ? ശരിയല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ തർക്കിക്കുന്നത്? ശരിയാണെങ്കിൽ പിന്തുണ കൊടുക്കണം, ശരിയല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗമല്ലല്ലോ, നിങ്ങൾ അത്തരത്തിലുള്ള പ്രവർത്തകരല്ലല്ലോ. അപ്പം ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന കാര്യം ഇവിടെ നടക്കുന്നുണ്ടോ എന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു നീക്കം ആരെങ്കിലും നടത്തുന്നതിന് വേണ്ടി മുമ്പ് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പൊ അത് അതിനുവേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും രഹസ്യമായിട്ടാണെങ്കിലും ആ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ തടയിടണമെന്ന് പറഞ്ഞാൽ, അതിന്റെ ലക്ഷ്യം വേറെയാണെന്ന് പറഞ്ഞാൽ, അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു കാര്യമേ ഇല്ല, അങ്ങനെ ആരും പറയാൻ പാടില്ല, പറയുന്നവനെ എല്ലാം ജയിലിലിടും, അവന്റെ പേരിൽ കേസെടുക്കും, അവന്റെ പേരിൽ കേസെടുത്ത് അവനെ ഇല്ലായ്മ ചെയ്യും എന്നുള്ള രീതിയിലേക്ക് പോകുന്നതിന്. അപ്പൊ അതിനകത്തൊരു അജണ്ടയുണ്ട്. ആ അജണ്ടയാണ് എന്റെ ജിഹാദ് ഇങ്ങനെയല്ല, ഈ ലവ് ജിഹാദ് ഇങ്ങനെയല്ല, അല്ലെങ്കിൽ അത് പറയുമ്പോൾ ലവ് ജിഹാദിന്റെ പുറകിൽ പറയുമ്പോൾ ഇതിനകത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് PC ജോർജ് ചെയ്ത തെറ്റ്? PC ജോർജ് ഇവിടെ വർഗീയ ധ്രുവീകരണം ഏറ്റവും അതിന് മുമ്പ് 3 വട്ടം അദ്ദേഹത്തെ പിടിച്ച് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നത്, 4ാമത്തെ വട്ടവും പിടിച്ചു. ശരി, അതെല്ലാം അങ്ങ് വർഗീയ ധ്രുവീകരണമാണ് എന്ന് സമ്മതിച്ചു കൊടുത്തത്. ഒന്നും വർഗീയ ധ്രുവീകരണമല്ല. അത് പരിശോധിക്കുമ്പോൾ കോടതിയിൽ ഒരു വർഗീയ ധ്രുവീകരണവും അതിനകത്തില്ല. അത് വളരെ വിദഗ്ധമായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ കോടതി പറയുന്ന കാര്യത്തിനകത്ത് നമുക്ക് തന്നെ തർക്കിക്കാൻ നിൽക്കേണ്ട. കോടതി പറയുന്ന കാര്യം കോടതി പറഞ്ഞതായതുകൊണ്ട് അതിനകത്തൊരു തർക്കമില്ല. ഇപ്പൊ ഏറ്റവും അവസാനം എന്താ പറഞ്ഞത്? KCBCയുടെ ഒരു പരിപാടിക്കകത്ത് അദ്ദേഹത്തെ പ്രസംഗിക്കാൻ വിളിക്കുന്നു. KCBCയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ മയക്കുമരുന്നിനെതിരെ ഇപ്പൊ കേരളം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം മയക്കുമരുന്ന് വിഷയം, യുവത അല്ലെങ്കിൽ മയക്കുമരുന്ന് കൊണ്ട് ഇല്ലായ്മയാകുന്ന വിഷയം. അതിനെപ്പറ്റി ഇവിടുത്തെ എല്ലാ ആൾക്കാരും ആ ഒരു വിഷയത്തിനകത്ത് നിൽക്കുമ്പോൾ, ആ വിഷയം അല്ലെങ്കിൽ മയക്കുമരുന്നിന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അവര് KCBC എന്ന് പറയുന്ന സംഘടന അത് വിളിക്കുന്നു. അവർ വിളിച്ച ആരെയാ? പൗരപ്രമുഖന്മാരെ, അല്ലെങ്കിൽ സമൂഹത്തിൽ കൊള്ളാവുന്നവരെ. അതിനകത്ത് അവരെ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുന്നത് അവരുടെ ഭാഗമായിട്ടിരിക്കുന്ന ക്രിസ്ത്യാനികളായിട്ടുള്ള രാഷ്ട്രീയക്കാരെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമൂഹം അറിയുന്നവരെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ കാര്യങ്ങൾക്കകത്ത് വ്യക്തത വരുത്താൻ കഴിവുള്ളവരെ, അവരെ വിളിക്കുന്നു, സംസാരിക്കുന്നു. PC അവിടെ സംസാരിച്ചത് PC യുടെ ഭാഷയിൽ ഈ പറയുന്ന പോലെ ഈ മയക്കുമരുന്നിനെതിരെ സംസാരിക്കുന്നു. നമ്മൾ കേട്ടു, മയക്കുമരുന്ന് സംസാരിക്കുമ്പോൾ സ്കൂളിനെയും കോളേജിലെയും അധ്യാപകരുടെ പടിയാറിട്ട് കാര്യമില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് അച്ഛനും അമ്മയും ചർച്ച ചെയ്യണം, അവരുടെ കാര്യങ്ങൾക്കകത്ത് ഇടപെടണം, അവരുടെ പഠനത്തിനകത്ത് ഇടപെടണം, അവർ പഠിക്കാൻ പോകുന്നതിനകത്ത് ഇതുപോലെ ഏതെങ്കിലും വലയിൽ വീണിട്ടുണ്ടോ എന്ന് വളരെ കൃത്യമായി നിരീക്ഷിക്കണം. അവരെ ഈ പറയുന്ന പോലെ നമ്മുടെ സംസ്കാരത്തിൽ വളർത്തണം, ക്രിസ്ത്യൻ സംസ്കാരത്തിൽ വളർത്തണം, അല്ലെങ്കിൽ അവരെ ഇത്ര വയസ്സിനകത്ത് കല്യാണം കഴിപ്പിച്ചു വിടണം. ആ കല്യാണം കഴിപ്പിക്കാതെ നിർത്തുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതൊക്കെ അവരുടെ പേഴ്സണൽ, അവരുടെ മതത്തിനകത്ത കാര്യമാണ്. ഇതിനകത്ത് ഇങ്ങനെ പറയുമ്പോൾ ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിന് അറിയാവുന്ന ഇരിഞ്ഞാലക്കുടയെ പറ്റി പറയുന്നു. ഇരിഞ്ഞാലക്കുടയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന് പിടിച്ച സ്ഫോടക വസ്തുവിനെ പറ്റി പറയുന്നു. നായ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് പിടിച്ച സ്ഫോടക വസ്തു ആരുടേതാണ്, എന്താണ്, അതിന് വ്യക്തത വരുത്തണം. എന്തിനാണ് ഇരിഞ്ഞാലക്കുടയിൽ ഇതുവരെ ഇല്ലാത്ത പോലെ ഇപ്പൊ സ്ഫോടക വസ്തു കൊണ്ടുവന്നത്? കേരളം മൊത്തം കത്തിക്കാനുള്ള സ്ഫോടക വസ്തു ഉണ്ടല്ലോ, ഇതിനെപ്പറ്റി പറയുന്നു. അതുപോലെ അദ്ദേഹം പറയുന്നു, അവിടുന്ന് പെൺകുട്ടികൾ പോയി, ഇന്നലെയും പോയി 25 വയസ്സുള്ള ഒരു പെൺകുട്ടി. അത് പോയത് ചില പ്രത്യേക മതത്തിന്റെ ആൾക്കാരുടെ കൂടെയാണ്. ഇതിനകത്ത് ഇതിനു മുമ്പ് ഇവിടുന്ന് 100-400 പെൺകുട്ടികൾ, ഒരു കണക്കദ്ദേഹം പറഞ്ഞു 400 പെൺകുട്ടികളോളം പോയിട്ടുണ്ട്. അതിനകത്ത് ഒരു പ്രത്യേക അജണ്ട, അതല്ലെങ്കിൽ ആ അജണ്ടയുടെ ഭാഗമായിട്ട് പോയിട്ടുള്ളവരാണ്. ഇവരെ വേറെ ചില താല്പര്യത്തിന് വേണ്ടി പിന്നീട് ഉപയോഗിക്കുന്നതായിട്ട് വ്യക്തം വന്നിട്ടുണ്ട്. അവരുടെ ജീവിതം വളരെ നരകതുല്യമാണെന്ന് പിന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് രക്ഷിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ള ഒരു 41 കുടുംബങ്ങളെയാണ്. ആ രീതിയിലേക്ക് കുട്ടികളുടെ ജീവിതം പോകുന്ന ഒരവസ്ഥയിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി ക്രിസ്ത്യൻ കുടുംബങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത്തരത്തിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇതിനകത്ത് എന്തിനാ വേറെ ജാതിക്കാരൻ ഈ പറയുന്നത് പോലെ പ്രശ്നമുണ്ടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ മതത്തിനെ, അല്ലെങ്കിൽ വർഗീയ പരാമർശമുണ്ടെന്ന് പറയുന്നത്? ഇതിനകത്ത് എന്താ വർഗീയ പരാമർശം? അവരുടെ മതത്തിനകത്ത് നടത്തേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആ മതത്തിനകത്തെ ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനകത്ത് വേറെ ഏതെങ്കിലും മതത്തെ ആക്ഷേപിച്ചോ? വേറെ ഹിന്ദു മതത്തെ ചവിട്ടിക്കൂട്ടണമെന്ന് പറഞ്ഞോ? മുസ്ലിം മതത്തെ ചവിട്ടിക്കൂട്ടണമെന്ന് ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ ഇതിനകത്ത് ഈ പറയുന്ന ഇത് ശരിയല്ല, PC പറയുന്നതിനകത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ട് എന്ന് പറഞ്ഞ് മറ്റു രീതിയിൽ പ്രചരിപ്പിച്ച് PC പിടിച്ച് അകത്തിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ആരും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധ കൊടുക്കുമ്പോൾ അതിനകത്തൊരു അജണ്ടയുണ്ട്.
ഈ പറയുന്ന മുസ്ലിം ലീഗുകാരനുണ്ട്, ഇത് PFI-ക്കാരന്റെ അജണ്ടയും SDP-ക്കാരന്റെ അജണ്ട, ജമാഅത്ത് ഇസ്ലാമിയുടെ അജണ്ടയും, അല്ലെങ്കിൽ ഈ ലവ് ജിഹാദിൽ കൂടെ നമ്മൾ മുമ്പ് കണ്ടതുപോലെ പെൺകുട്ടികളെ ജിഹാദിന് ഉപയോഗിക്കുന്ന എന്നവരുടെ അജണ്ടയുമാണെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ തെറ്റ് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഇതിനകത്ത് വർഗീയ ധ്രുവീകരണം ആരോപിക്കേണ്ട കാര്യമില്ല. ഏതായാലും ഈ ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലയോ എന്ന ടെക്നിക്കൽ അല്ലെങ്കിൽ ശാസ്ത്രീയ പദം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അതിന്റെ പുറകിൽ ആരെങ്കിലും പെൺകുട്ടികളെ പ്രേമിച്ച് മറ്റ് ഈ പറയുന്ന ആരോപണത്തിന് ഉപയോഗിക്കും, ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാനും, അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് മതത്തിനെതിരെ ഉപയോഗിക്കാനും, ജിഹാദിന് ഉപയോഗിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അത് PC ജോർജ് അതാണ് ചൂണ്ടിക്കാണിച്ചതുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ആര് ചൂണ്ടിക്കാണിച്ചാലും അതിനകത്ത് ഒരു ധ്രുവീകരണവും പറഞ്ഞ് അതിനെ മറച്ചു പിടിച്ചിട്ട് കാര്യമില്ല. നാളെ കാലത്ത് ഈ PC-യുടെ എതിരെ നിൽക്കുന്ന, വാളെടുത്ത് നിൽക്കുന്ന വിഷയം, അല്ലെങ്കിൽ ഈ വിഷയം, അല്ലെങ്കിൽ PC പറയുന്നതിനകത്ത് സത്യാവസ്ഥ ഉണ്ടോ എന്ന് പൊതുജനം പരിശോധിക്കുന്ന ഒരു അവസ്ഥ വരും. PC ജോർജിന്റെ വാക്കുകൾക്ക് അല്ലെങ്കിൽ അദ്ദേഹം ഏറ്റെടുക്കുന്ന വിഷയത്തിന് പ്രസക്തിയേറും. ഇത് മറഞ്ഞു നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ വെളിയിൽ വരും. അത്തരത്തിൽ ഒരു ധ്രുവീകരണം കേരളത്തിൽ ഉണ്ടെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. നമ്മൾ ശ്രദ്ധിക്കേണ്ട വരും, ഏറ്റവും കൂടുതൽ മതമൗലികവാദം പ്രചരിപ്പിക്കുന്ന, നാളെ കാലത്ത് ഇവിടെ ഇസ്ലാമിക രാജ്യമാക്കുന്നതിന് വേണ്ടി എല്ലാ രീതിയിലും സായുധ പരിശീലനം ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരുന്നു എന്ന് PFI-ക്കാരൻ കണ്ടെത്തിയ NIA-ക്കാരൻ കണ്ടെത്തിയ PFI സംഘടനയും അതിന്റെ ഭാഗമായിട്ടിരിക്കുന്ന മുസ്ലിം SDP പോലുള്ള സംഘടനയും അതിന്റെ നേതാവിനെ പിടിച്ച് ആ കാരണങ്ങളാൽ അകത്ത് വെച്ചിരിക്കുമ്പോൾ അയാവരാണ് ഇന്നലെ DGP-ക്ക് PC ജോർജിനെതിരെ പരാതി കൊടുത്തത്. അവരുടെ കൂടെയാണ് മുസ്ലിം ലീഗും യൂത്ത് കോൺഗ്രസും. ഇതിനകത്ത് ഒരു അജണ്ടയുണ്ട്, അതിൽ വെളിയിൽ വരിക തന്നെ ചെയ്യും. അത് വെളിയിൽ വന്നാൽ, അതിന് വ്യക്തത വന്നാൽ എല്ലാം ബോധ്യമാകുന്ന ഒരവസ്ഥയായി.